എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഓണത്തിൻ്റെ സവിശേഷത. എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അന്ന് മനസ്സിലേക്ക് ഓടി വന്നിരുന്നത് ഓണക്കോടിയും ഓണസദ്യയും. ഓണക്കോടിയും ഓണസദ്യയുമാണ് എന്നെപ്പോലെ എല്ലാവർക്കും ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നതല്ലേ. പിന്നെ പൂക്കളമിടുക, ആർപ്പുവിളി, കുരവ, പുലികളി, അത്തച്ചമയം, ഇതൊക്കെ തന്നെയാണ്. കുട്ടികളായ ഞങ്ങൾക്കന്ന് ഓണക്കോടിയും ഓണസദ്യയും, കുട്ടികൾക്കെന്നല്ല വലിയവർക്കും എല്ലാം തന്നെ ഓണക്കോടിയും ഓണസദ്യയുമാണ് ഓണത്തിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും, ഞാൻ കൂട്ടുകുടുംബത്ത് ആണ് ഒരു 10-14 വയസ്സ് വരെ വളർന്നതെന്നും അവിടെ എൻ്റെ അമ്മാവന്മാരും വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നെന്നും ഒക്കെ. ഒരു ഓണത്തിന് ഓണോത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ, ചെറിയ ശമ്പളമൊക്കെ എന്നാലും. അപ്പോൾ എല്ലാവരുടെ വകയായിട്ട് എനിക്ക് ഓണക്കോടി ഉണ്ടാകും. അതെനിക്ക് ഒരുപാട് സന്തോഷം. ഓണത്തിനാണ്, പിന്നെ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ 1-2 ഡ്രസ്സ്. ഓണത്തിന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓണക്കോടി കിട്ടും. അത് നല്ല കളറുള്ള പുള്ളിപ്പാവാടകളും ബ്ലൗസും ഒക്കെയാണ്. അപ്പം നമുക്കത് വലിയ സന്തോഷമാണ്. സ്കൂളിലായാലും ഓണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ, അന്ന് യൂണിഫോമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓണം കഴിഞ്ഞ് ചെല്ലുമ്പം പിന്നെ എല്ലാ കുട്ടികളും പുതിയ നല്ല പാവാടയും ഒക്കെ ഉടുത്താണ് വരുന്നത്, എന്നെപ്പോലെ തന്നെ. പിന്നെ സദ്യയ്ക്ക് പപ്പടം കിട്ടുക എന്നുള്ള വലിയൊരു സന്തോഷമാണ്. കാരണം അന്ന് പപ്പടം ആർഭാട വസ്തുവായിരുന്നു പപ്പടം. പിറന്നാൾ, ഓണം, വിഷു, തിരുവാതിര, പിന്നെ പിറന്നാൾ, ഇതിനൊക്കെയാണ് പപ്പടം കാച്ചിയിരുന്നത്. അപ്പോൾ ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനായിരുന്നു സദ്യ ഒരുക്കിയിരുന്നത്. അമ്മയും പിന്നെ സഹായത്തിനുള്ളവരൊക്കെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുമെന്നേ ഉള്ളൂ. അത്തം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിച്ച് തിരുജ്യോതി വിശാഖമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഉപ്പേരി വറക്കുക. നമ്മുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് പറയുന്നത്, പാലക്കാടൊക്കെ ഉപ്പേരി എന്ന് പറയുന്നത് തോരനാണ്, അവിടെയൊക്കെ ചിപ്സ് എന്നാണ് പറയുന്നത്. എല്ലാ വകകളും കൊണ്ടുള്ള ഉപ്പേരിയുണ്ട്. ചേന, ചേമ്പ്, കപ്പ, പിന്നെന്തുവാ, വിവിധ തരം കായകൾ, ശർക്കര വരട്ടി, ഇതെല്ലാം മുറ്റത്ത് അടുപ്പ് കൂട്ടി എൻ്റെ അച്ഛൻ വലിയ ഉരുളിയിൽ വറുത്ത് കോരുന്നതും. വലിയ ബ്രിട്ടാനിയയുടെ ടിന്നാണെന്നുള്ളത്, പാട്ടയെന്ന് അതിന് പറയുക, ടിന്നൊന്നുമല്ല. അതിനകത്ത് പിന്നെ മിക്സഡായിട്ടുള്ള ചിപ്സും ഒക്കെ വറുത്ത് ടിന്നിലാക്കി വയ്ക്കും. കളിയോടയ്ക്കാണെന്തോ, കളിയടയ്ക്ക എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതൊരു വിശേഷപ്പെട്ട ഐറ്റമായിരുന്നു. അരി, ജീരകവും തേങ്ങയും കൂടെ, നാളികേരം കൂടെ ഉപ്പ് ചേർത്ത് അരച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി, ഉരുളകളാക്കി ഉരുട്ടി, എന്ന് പറഞ്ഞാൽ കൊഴുക്കട്ടയുടെ അങ്ങനത്തെ ഒന്നുമില്ല, വളരെ കുഞ്ഞുരുളകളാക്കി ഉരുട്ടി എണ്ണയിൽ വറുത്ത് കോരുന്നതാണ് കളിയടയ്ക്ക. ഇതെല്ലാം ആയിരുന്നു. പിന്നെ കൊലയൊക്കെ നേരത്തെ പഴുക്കാൻ വെട്ടി വയ്ക്കും. പിന്നെ ഒരു 15 ദിവസം മുമ്പേ തന്നെ മുളക്, മല്ലി എല്ലാം കഴുകി ഉണക്കി പൊടിച്ച് വയ്ക്കും, അരി ഇടിച്ച് വയ്ക്കും. ഇങ്ങനെ ഒരു പൂരം തന്നെയാണ് ഓണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പേ മുതൽ. പിന്നെ അന്ന് പറയില്ലേ, ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ച തിരിയുമ്പോൾ അച്ചിമാർക്കൊക്കെ, അതായത് സ്ത്രീകൾക്കൊക്കെ വെപ്രാളം തുടങ്ങുന്നു. എല്ലാം അടുപ്പിച്ച് ഒത്തിരി എല്ലാം ചെയ്ത് തീർക്കണ്ടേ. ഉത്രാടം തന്നെ ഒരു ഓണമായി. ഇപ്പം അന്ന് തിരുവോണമാണ് ഓണം, ഇപ്പോൾ ഉത്രാടമാണ് ഒന്നാം ഓണം അല്ലേ. പിന്നെ ഈ ഓണത്തിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ചുമ്മാ ആരോ ഒരു പൊട്ടത്തരം പറഞ്ഞതിന് മുമ്പേ ഗമിച്ചിടിന് ഗോവിതൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നല്ലേ ആരോ പറഞ്ഞു വെച്ചത്. പിന്നീടുള്ളവരെല്ലാം അതങ്ങനെ പറഞ്ഞ് പഴകി ഇപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ തീർന്നു. ഈ പാതാളത്തിലേക്ക് നമ്മുടെ ഭഗവാൻ മഹാബലിയെ ചവിട്ടിത്താത്തുന്ന അങ്ങനെ ഒരു ഐതിഹ്യമേ നമ്മുടെ പുരാണങ്ങളിൽ എങ്ങുമില്ല, ഭാഗവതത്തിലൊന്നുമില്ല. പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മഹാബലിയെ
മഹാബലിയുടെ ദർപ്പശമനം എന്നാണ്. മഹാബലി വളരെ ദാനശീലനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. ധർമ്മിഷ്ഠനും ദാനശീലനും എന്തും ആർക്കും കൊടുക്കും. പ്രജാക്ഷേമ തൽപരനായിരുന്നു. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ബാധിച്ചിരുന്നു. ഞാൻ എല്ലാ രാജാക്കന്മാരെക്കാളും ധർമ്മിഷ്ഠനാണ്, ദാനശീലനാണ്, ഉദാരമതിയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയും അദ്ദേഹത്തിന് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ വാമന രൂപത്തിൽ വന്ന്, വാമനാവതാരമായിട്ട് വന്ന് 3 അടി ഭൂമി യാചിച്ചതും ഒക്കെ. 2 അടി ഭൂമി 2 അടി വെച്ചപ്പോൾ തന്നെ മൊത്തം ഫിനിഷ് തീർന്നല്ലോ. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാഞ്ഞപ്പോൾ മഹാബലി അഹങ്കാരം ശമിച്ചു. മഹാബലി തല കുനിച്ചു കൊടുത്തു. എൻ്റെ തലയിലേക്ക് കാല് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഹങ്കാരം മാറിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഭൂമിക്ക് അതലം, വിതലം, പ്രതലം, സുരതലം, അങ്ങനെ പാതാളം, അങ്ങനെ ഒരു 5-6 ഘട്ടങ്ങളാണുള്ളത്. അതിൽ സുരതലത്തിലേക്കാണ്, ചവിട്ടിയല്ല പറഞ്ഞു വിട്ടത്, സുരതലത്തിലേക്ക് അല്ല, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമല്ല. എന്നിട്ട് അവിടുത്തെ ചക്രവർത്തിയായിട്ട് വാഴിച്ച് ഭഗവാൻ അവിടെ കാവൽ നിന്നു എന്നാണ്. അദ്ദേഹത്തിന് കാവലായിട്ട്, ആരും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ കാവലായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും സുതലത്തിലേക്ക്, സുരതലമല്ല സുതലം, അതലം, വിതലം, സുതലം, ഇതിനിടയിൽ ഒന്നുകൂടുണ്ട്, എനിക്ക് മറന്നു. പിന്നെ പാതാളം. സുതലത്തിലേക്കാണ് മഹാബലിയെ തള്ളിവിട്ടത്. എന്നിട്ട് അവിടുത്തെ ചക്രവർത്തിയാക്കി വാഴിച്ചിട്ട്, അപ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിച്ചതുകൊണ്ട് വലിയവനാക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ഭഗവാൻ തന്നെ അദ്ദേഹത്തിനൊരു ഉപദ്രവം ഉണ്ടായിരിക്കും കാവലിൽ നിന്നു എന്നാണ് ഐതിഹ്യം. അല്ലാതെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി എന്നുള്ളതൊക്കെ വെറുതെ, ഇതാര് പിന്നെ പറഞ്ഞ് പഴകിയതാണെന്ന് നമുക്കറിഞ്ഞൂടാ. ഇപ്പോൾ അത് അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ആ കഥ. ഇനിയും ഇത് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ അറിയുകയും ചെയ്യാം. ഭാഗവതമൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത്. പക്ഷെ ആരും ഇത് തിരുത്തുന്നില്ല എന്നുള്ളതാണൊരു ധർമ്മസങ്കടം. പിന്നെ അതുപോലെ മഹാബലിയെ അവതരിപ്പിക്കുന്നത് വലിയ കുടവയറുമൊക്കെ വെച്ച് വല്ല പൊണ്ണത്തടിയന്മാരെ ഓലക്കുടയൊക്കെ പിടിച്ച്. മഹാബലി ചക്രവർത്തിയായിരുന്നു, അദ്ദേഹം യുദ്ധം ചെയ്യുന്ന ആളായിരുന്നു. രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്യില്ലേ? അപ്പോൾ യുദ്ധം ചെയ്യുന്ന ഒരു ചക്രവർത്തിക്ക് അല്ലെങ്കിൽ ഒരു രാജാവിന് കുടവയറും കുമ്പയൊക്കെ ആയി അവർക്ക് ചെയ്യാൻ പറ്റുമോ? മഹാബലി ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. അദ്ദേഹത്തെയാണ് കുടവയറും ചാടിച്ച് ഒരു ഓലക്കുടയൊക്കെ പിടിപ്പിച്ച് കൊണ്ട് നടക്കുന്നത്, കോമാളി വേഷം കെട്ടിയിട്ട്. അതൊന്നുമല്ല. പിന്നെ പുലികളി അതുപോലെ തന്നെ. പുലികളി തൃശ്ശൂരൊക്കെയാണല്ലോ എൻ്റെ ഉദയം. ഈ പുലികളിയാണെങ്കിൽ തന്നെ വലിയ കുടവയറന്മാരെയൊക്കെയാണ് പിടിച്ച് പുലിയാക്കിയിരിക്കുന്നത്. പുലി ആനയെ പോലൊന്നും അല്ല ഇരിക്കുന്നത്. പുലി ഒതുങ്ങിയ ശരീരമുള്ള ഒരു മൃഗമാണ് പുലി. പിന്നെ മുഖം മാത്രം പുലിയുടേത് വെച്ചിട്ട് വരയൻ പുലി, വലതരം പുലികളില്ലേ, അതിനൊക്കെ കളർ കൊടുത്തിട്ട് പുലിയെപ്പോലെ ആക്കിയിട്ട് പല അഭ്യാസങ്ങളും വഴിനീളെ ഈ പുലികളിയിലുണ്ട്. ഈ കുടവയറന്മാർക്കൊക്കെ അഭ്യാസം കാണിക്കാൻ പറ്റൂ. ഇങ്ങനെ 2 കാര്യങ്ങൾ വിഡ്ഢി വേഷം കെട്ടി പുലികളെയും മഹാബലിയെയും ആടിക്കുകയാണ് പണ്ട് കാലം മുതലേ ഇങ്ങോട്ട് ചെയ്തു വരുന്നത്. ഇതൊക്കെ നമ്മുടെ അറിവില്ലായ്മയുടെ ഭാഗമാണ്. അതൊക്കെ തിരുത്തേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മഹാബലിയുടെ ഐതിഹ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒറിജിനലായിട്ടുള്ള ഐതിഹ്യം. ഇത് ഒരാൾ തെറ്റ് ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ പിന്നാലെ എല്ലാവരും അതിനെ ഫോളോ ചെയ്ത് പിന്തുടർന്ന് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഓണത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഓണം നമ്മുടെ കാർഷികോത്സവമാണ്. സത്യത്തിൽ ഓണം നമ്മുടെ കാർഷിക ഉത്സവമാണ്. ഈ കർക്കിടകത്തിൻ്റെ പഞ്ഞവും മഴക്കെടുതിയും ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഭയങ്കര പഞ്ഞക്കർക്കിടകം എന്നല്ലേ പറഞ്ഞു, അതെല്ലാം കഴിഞ്ഞിട്ട് കർക്കിടകത്തിൻ്റെ പഞ്ഞവും മഴക്കെടുതിയും കഷ്ടനഷ്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചിങ്ങമാസം നമ്മുടെ കാർഷിക വിളയെല്ലാം എടുക്കുന്ന പക്വമാകുന്ന സമയമാണ്. അപ്പോൾ കാർഷിക ഉത്സവമാണ് സത്യത്തിൽ ഓണം. എനിവേ, നമുക്ക് ഈ കൊല്ലവും എല്ലാ കൊല്ലവും പോലെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഓണം ആഘോഷിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന ചില വിവരങ്ങൾ പങ്കുവച്ചെന്നേ ഉള്ളൂ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ.
മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളുമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മഹാബലിയുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്കെല്ലാം ഉണ്ടല്ലോ. അത് അത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് സരസ്വതി സരയു.